ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായി ഒരു സംരംഭം ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ പേരിൽ തന്നെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേര് രജിസ്റ്റർ ചെയ്ത് ലൈസൻസസ് എടുത്ത് അവരെ കൊണ്ട് ടൂറിസം മേഖലയിൽ ഗ്ലോബലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് ആ ഓർഗനൈസേഷനെ കൊണ്ട് കൊല്ലം 1 കോടി ടേൺ ഓവർ ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാം. And someone wants to go to Lulu. So instead of paying 50 rupees at the Lulu parking, what they can do is നിങ്ങൾ ഈ പാർക്കിംഗ് സ്പേസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ആപ്പിൽ. സോ ദ പേഴ്സൺ ഹു വാണ്ട്സ് ടു ഫൈൻഡ് പാർക്കിംഗ് നിങ്ങളുടെ സ്പേസിൽ വന്ന് പാർക്ക് ചെയ്തിട്ട് ദിൽ ഗോ ടു ലുലു. സോ ദാറ്റ് വേ നമുക്കും കാശ് കിട്ടുന്നുണ്ട്, അവർക്ക് പാർക്കിങ്ങും കിട്ടുന്നുണ്ട്. ഇതാണ് പ്രസന്റ് ചെയ്ത് നിങ്ങൾ സെക്കൻഡ് അടിച്ചത് ഗ്ലോബൽ മാർക്കറ്റ്. യെസ്, ഇപ്പോഴത്തെ ജനറേഷൻ ദേ വാണ്ട് ടു ഡു തിങ്സ് ഓൺ ദെയർ ഓൺ, ബട്ട് വി ഓൾസോ വാണ്ട് ബാക്കപ്പ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഓടും, ഓക്കെ, ഐ വാണ്ട് ടു റൺ ഓൺ മൈ ഓൺ. ഐ ഡോണ്ട് വാണ്ട് യു ടു ഹാൻഡ് ഹോൾഡ് മീ. ലൈക്ക് എനിക്ക് സ്പൂൺ ഫീഡ് ഒന്നും ചെയ്ത് തരണ്ട. ഐ വാണ്ട് ടു റൺ ഓൺ മൈ ഓൺ. എനിക്കത് വീഴണം, എനിക്കത് പഠിക്കണം, എനിക്ക് തന്നെ ബാൻഡേജ് ചെയ്യണം. റാദർ ദാൻ ഡൂയിങ് ഫ്രീലാൻസ് വർക്ക്സ്, സ്ട്രക്ചേർഡ് ബിസിനസ്സസിലേക്ക് ഒരു 4 ഫ്രണ്ട്സ് കൂടി, ഇപ്പോൾ ഇവർ ചെയ്ത പോലെ ഒരു 4 ഫ്രണ്ട്സൊക്കെ കൂടി കുറച്ച് പൈസ കൂട്ടിവെച്ച് അവരൊരു സംരംഭം ബിൽഡ് ചെയ്ത് ഒരു പ്രോപ്പർ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റിയാൽ, ലുക്ക് അറ്റ് അവർ ഓപ്പർച്യൂണിറ്റി. നമ്മുടെ നാട്ടിൽ സംരംഭം തുടങ്ങാനിരിക്കുന്ന നിരവധി പേരുണ്ട്. പക്ഷെ വളരെ അപൂർവം പേരാണ് സംരംഭകരെ സൃഷ്ടിക്കണമെന്ന് ആഗ്രഹമുള്ള. അതിലൊരാൾ ഞാനാണ്. എന്ന് പറഞ്ഞ പോലെ പലരും ഉണ്ട് പുതിയ സംരംഭകരെ സൃഷ്ടിക്കണം. സമൂഹത്തിലെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ കൊടുത്തുകൊണ്ട് നിരവധി സംരംഭകരെ സൃഷ്ടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം ഈ ഹോട്ട് സീറ്റിൽ 1 അല്ല 2 തവണ വന്നിട്ടുണ്ട്. ആദ്യം ഒറ്റയ്ക്കാണ് വന്നതെങ്കിൽ രണ്ടാമത് അദ്ദേഹം വന്നത് അദ്ദേഹത്തിൻ്റെ പത്നിയോടൊപ്പമാണ്. എന്നാൽ ഇത് വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ 16 വയസ്സുള്ള മകളുമായിട്ടാണ് ഇത്തവണ സ്പാർക്കിലേക്ക് 3-ാം തവണ എത്തുന്നത്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം സ്പാർക്കുള്ള കഥ പറയാനിരിക്കുന്നത് നീൽകാന്തും അദ്ദേഹത്തിൻ്റെ മകളായ ലക്ഷ്മിയുമാണ്. 2 പേർക്കും സ്വാഗതം സ്പാർക്കിലേക്ക്. ഞാൻ നീൽകാന്തിൽ തുടങ്ങാം. നീൽകാന്ത് 3-ാമത്തെ തവണയാണ് ഈ ഹോട്ട് സീറ്റിൽ വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആദ്യ 2 തവണ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഇൻ്റർവ്യൂസ് ആയിരുന്നു അത്. 2-ാം തവണ വന്നപ്പോൾ താങ്കളുടെ പത്നി ഉണ്ടായിരുന്നു. ഇത്തവണ മകളാണ് വന്നിരിക്കുന്നത് അല്ലേ? ജസ്റ്റ് ക്വിക്ലി ഒരു അപ്ഡേറ്റിന് വേണ്ടിയിട്ട്, നീൽകാന്തിന്റെ നാടൊക്കെ എന്ന്. നാട് തൃശ്ശൂരാണ്, തൃശ്ശൂർക്കാരനാണ്. ഇറ്റ്സ് ബീൻ അവിടെയാണ് പഠിച്ചതൊക്കെ. എൻ്റെ പഠിത്തം വിദ്യാഭ്യാസം എന്തായിരുന്നു? എഞ്ചിനീയറിംഗ് ആണ്. ഞാൻ ജോലി ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞിട്ട് അല്ലേ? ഇല്ലില്ല, കോളേജിൽ നിന്ന് ഇറങ്ങി നേരെ പാഷൻ കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു. ബേസിക്കലി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് എഞ്ചിനീയറിംഗ് ചെയ്തത്. പക്ഷെ അവിടുന്ന് ബാംഗ്ലൂർക്ക് പോയി അവിടെ ഇൻ്റർനെറ്റ് ടെക്നോളജീസ് എന്ന് പറഞ്ഞ സ്പേസിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വേ ബാക്ക് ഇൻ 1998. അവിടെ നിന്ന് ഇൻ്റർനെറ്റ് ടെക്നോളജീസ് പഠിക്കുന്ന സമയത്ത് ഒരു പാർട്ട് ടൈം കോഴ്സ്, ഒരു ജോലി ഉണ്ടായിരുന്നു. അത് ബാംഗ്ലൂരിൽ നിന്ന് പോകാൻ വേണ്ടിയുള്ള സെറ്റപ്പ്. അത് കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് ജോലി റിസൈൻ ചെയ്ത് സ്വന്തമായ സംരംഭം തുടങ്ങി. ഞാൻ IT മേഖലയിലാണ്. അതെ. സോ ഇന്ന് താങ്കളുടെ സംരംഭത്തിന്റെ പേര് വെബ് CRS എന്നാണ്. ഞാൻ താങ്കൾ തിരിച്ചു വരാം. മകളാണ് അല്ലേ? വളരെ യുണീക്ക് ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ്. മകളെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് എന്താണെന്നുള്ള പ്രേക്ഷകർക്ക് പുറകെ മനസ്സിലാവും. ലക്ഷ്മി മോളെ, വാട്ട്സ് യുവർ ഏജ്? 16. I'm 16, yeah. എത്രാം ക്ലാസ്സിലാണ്? ഞാനിപ്പോ 11th ഗ്രേഡിലാണ്. ഏത് സ്കൂളിലാണ്? ഗ്ലോബൽ പബ്ലിക് സ്കൂൾ. I said സയൻസ്, കൊമേഴ്സ്, എന്താണ്? ഞാൻ my passion is economics and I like the way ഈ മാർക്കറ്റ് ഒക്കെ ഫംഗ്ഷൻ ചെയ്യണത്. അതുകൊണ്ട് I'm studying commerce right now. കൊമേഴ്സ് ആണ് പഠിക്കുന്നത്. ഞാൻ നീൽകാന്തിലേക്ക് തിരിച്ചു വരാം. നീൽകാന്ത്, അവസാനം നമ്മൾ ഈ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് താങ്കൾ എനിക്ക് കുറെ പ്രോമിസ് തന്നിട്ടാ പോയെ. അല്ല, ഞങ്ങളുടെ പ്രേക്ഷകർക്ക്. അതായത് നിരവധി സംരംഭകരെ സൃഷ്ടിക്കും ടൂറിസം മേഖലയിൽ. എന്തായി ആ പ്രോജക്റ്റ്? സോ വി സ്റ്റാർട്ടഡ് വേ ബാക്ക് ഇൻ 2022. So the first interview session, that's where we announced it. And ഇന്ന് 76 കമ്പനികൾ, എക്സലന്റ്, 184 സംരംഭകരാണ് ഈ 74 കമ്പനികളുടെ ഡയറക്ടേഴ്സായിട്ട് ഇന്ന് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ളത്. വെരി ഗുഡ്. വളരെ ആക്റ്റീവായിട്ട് എല്ലാവരും ആക്റ്റീവ് ആവണമെന്നില്ല, നല്ല ആക്റ്റീവായിട്ട് എത്ര പേരുണ്ട്? ഒരു 30%, 32% ഓൾറെഡി അവർ
സക്സസ്ഫുൾ ആയി Profitable ആയി. 1 crore 2 crore ടേൺ ഓവർ അതിന് മുകളിലോട്ടും പോയ ആൾക്കാരുണ്ട്. സോ ദാറ്റ് ഇസ് കം ഔട്ട് വെൽ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് നീൽകാന്ത് തുടങ്ങുന്ന സമയത്ത് ഇതൊരു ടൂറിസം മേഖലയിലാണ് തുടങ്ങിയത് അല്ലെ, ഒരു സൊല്യൂഷനുമായിട്ടാണ്. അതെ. നമുക്കൊരു കേസ് സ്റ്റഡി എടുക്കാം. താങ്കളുടെ സ്ഥാപനം ഈ പുതിയ സംരംഭകർക്ക് വേണ്ടി ചുരുക്കി എന്താണ് ചെയ്തു കൊടുക്കുന്നത്? സോ നമ്മൾ ഞങ്ങൾ നോക്കിയപ്പോൾ സ്വന്തമായി സംരംഭം എന്ന് ആഗ്രഹിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ എല്ലാവരും ഈ കരയ്ക്ക് സൈഡിലാണ് ഇരിക്കത്തുള്ളൂ. വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പേടിയാണ്. ഇത് എത്ര ആഴുണ്ടെന്ന് അറിയില്ല, എത്ര അത് മുങ്ങിപ്പോകുന്ന അറിയില്ല, നീന്താൻ അറിയില്ല. സോ ആ ഒരു ബിസിനസ് എന്ന് പറയുന്ന അങ്ങനെ ഒരു സ്പേസാണ്. എപ്പോഴും അക്കരെ ഭയങ്കര പച്ചയാണ്. സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ്സിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ ഒരു ആസ്പിറേഷണൽ സാധനമാണ്. പക്ഷേ ഈ ആസ്പിറേഷൻ ഉണ്ടെങ്കിലും ഇറങ്ങിത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തമായ ഒരു സംരംഭം ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ പേരിൽ തന്നെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേര് രജിസ്റ്റർ ചെയ്ത് ലൈസൻസസ് എടുത്ത് അവരെ കൊണ്ട് ടൂറിസം മേഖലയിൽ ഗ്ലോബലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് ആ ഓർഗനൈസേഷനെ കൊണ്ട് കൊല്ലം 1 കോടി ടേൺ ഓവർ ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാം. ചെറിയ ബിസിനസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് അച്ചീവ് ചെയ്യാനായിട്ട് വളരെ ഡിഫിക്കൽട്ടാണ്. അത് മാത്രമല്ല അത് സസ്റ്റൈനബിൾ ആവാൻ വഴിയില്ല. കാര്യം അതിനകത്തുനിന്നുള്ള ലാഭമൊക്കെ വളരെ കുറവായിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ കമ്പനി പൂട്ടിപ്പോകും. പക്ഷേ അതേസമയം നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ഓർഗനൈസേഷനിൽ ഒരു ഗ്ലോബൽ ഓപ്പറേഷണൽ ആസ്പിറേഷനൊക്കെ വെച്ച് വർക്ക് ചെയ്ത് കഴിയുമ്പം യു ഗെറ്റ് ഇൻ ടു എ മോഡ് ഓഫ് റിയൽ മേക്കിംഗ് സം ബിസിനസ് വിച്ച് ക്യാൻ ഗ്രോ. അപ്പോൾ പുറത്തുനിന്നുള്ള ആർക്ക് വേണമെങ്കിൽ കേരള ആസ് എ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അത് ഇങ്ങോട്ട് ഇൻബൗണ്ട് ആണോ? എന്താണ് അത്? നമ്മൾ തുടങ്ങിയ മോഡൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംരംഭകർക്ക് കേരളം പുറത്തേക്ക് വിൽക്കാം എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് ഗസ്റ്റിനെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു നമ്മൾ സെൽ കേരള എന്നുള്ള കോൺസെപ്റ്റാണ് നമ്മൾ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ നമ്മൾ തുടങ്ങുന്ന കോൺസെപ്റ്റാണ്. അവിടെ നിന്ന് അപ്പോൾ മലയാളിക്കാണല്ലോ കേരളം കൂടുതൽ അറിയുക. അപ്പോൾ ആ ഒരു റെസനേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ആ നോളജ് വെച്ചുകൊണ്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷേ ഞങ്ങൾ ബിസിനസ് തുടങ്ങി ആ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് ആ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ കസ്റ്റമേഴ്സ് വന്നിട്ട് ഗോവ പോകാൻ പറ്റുമോ, തായ്ലൻഡിൽ പോകാൻ പറ്റുമോ, യൂറോപ്പിൽ പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴും നമ്മൾ എന്ത് ചെയ്തു, എന്തായാലും ഒരു സംരംഭമാണ്, അവർക്ക് GST ബാങ്ക് അക്കൗണ്ടും ബില്ലിംഗ് സിസ്റ്റം എല്ലാം ഉണ്ട്. എന്നാൽ പിന്നെ അതും കൂടി അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഞങ്ങൾ നാഷണൽ ഓപ്പറേഷൻസും സപ്ലയർ ബേസ് പിന്നെ ഹോട്ടൽസും ഡെസ്റ്റിനേഷൻസൊക്കെ നാഷണലിയും ഗ്ലോബലിയും ഗ്രോ ചെയ്തു. അൾട്ടിമേറ്റ്ലി വാട്ട് ഹാപ്പൻ വാസ് പീപ്പിൾ ആർ ഏബിൾ ടു ഓപ്പറേറ്റ് ഗ്ലോബലി. അത് മാത്രമല്ല മലയാളികൾ അങ്ങോട്ട് യാത്ര ചെയ്താൽ മാത്രം പോരാ. ഇന്ന് ഞങ്ങളുടെ സംരംഭകരുടെ ഫ്രണ്ട്സ് ദുബായിൽ നിന്ന് വെക്കേഷന് വേണ്ടി തായ്ലൻഡിൽ പോകുന്നത് കേരളത്തിലെ ഇവരുടെ ട്രാവൽ കമ്പനി വഴിയാക്കി. അതുകൊണ്ട് ഫോറിൻ റെവന്യൂസ് ഇവർക്ക് ഏൺ ചെയ്യാൻ തുടങ്ങാൻ പറ്റി. ബിക്കോസ് സംബഡി ഫ്രം ട്രാവലിംഗ് ഫ്രം അനദർ കൺട്രി ടു എനി അതർ കൺട്രി യു ആർ മേക്കിംഗ് മണി ഇൻ കേരള. സോ ആ ഒരു സ്കെയിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. അത് നന്നായി തന്നെ പോകുന്നുണ്ട്. വെരി ഗുഡ്. അവിടെയാണ് എൻ്റെ ചോദ്യം. കഴിഞ്ഞ തവണ താങ്കളുടെ വൈഫാണ് അവിടെ ഇരുന്നതെങ്കിൽ ഇത്തവണ മകളാണ്. എന്താണ് ഈ മകൾ വരാനുള്ള സാഹചര്യം? സോ ഇറ്റ് ഇസ് റിയലി എക്സൈറ്റിംഗ്. ഞാൻ പറഞ്ഞ പോലെ ഈ 2 ആഴ്ച മുന്നാണ് മോളുടെ ഒരു കോമ്പറ്റീഷന്, ഇറ്റ്സ് എ ഗ്ലോബൽ കോമ്പറ്റീഷൻ, ഒരു ഹൈലി റെക്കഗ്നൈസ്ഡ് ആയ ഓർഗനൈസേഷൻ കോൾഡ് ടായ്. ഈ ടായിൻ്റെ യങ് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറഞ്ഞൊരു ഡിവിഷനുണ്ട്, വേർ ദേ ഹെൽപ്പ് ആസ്പയറിങ് ന്യൂ ജനറേഷൻ ടു കം ഇൻ ടു ബിസിനസ്. അപ്പോൾ അവരുടെ ഒരു ഗ്ലോബൽ കോമ്പറ്റീഷൻ സെറ്റ് ഉണ്ടായിരുന്നു. ഒരു 1 year long പ്രോഗ്രാം. സോ ഷീ ഹാഡ് അലോങ് വിത്ത് സം ഫ്രണ്ട്സ് ഓഫ് ഹേഴ്സ് 4 പേരും കൂടി ബാംഗ്ലൂരിൽ നിന്ന് they went live and then they won the global award. Right? അതിൻ്റെ അകത്ത് ഫസ്റ്റ് റണ്ണർ അപ്പ്, India's first and globally second. Congratulations, Mola. Thank you. So happy and proud of you. കാരണം ഈ പ്രായത്തിൽ ഒരു ഓൺട്രപ്രണർഷിപ്പ് കൾച്ചറൊക്കെ പഠിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ, അതും ഭാരതത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ലോകത്തിന് മുന്നിൽ ഒരു സെക്കൻഡ് പ്രൈസ് അടിച്ചു എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് പ്രൈസിന് തുല്യമാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തായിരുന്നു ഈ മത്സരം, എങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ, എങ്ങനെയാണ് നിങ്ങൾ സെക്കൻഡിലേക്ക് എത്തിയത്? അപ്പോൾ ഐ തിങ്ക് ലാസ്റ്റ് ഇയർ ഞാൻ ഐ വെന്റ് ടു ബാംഗ്ലൂർ. അമ്മൻ്റെ കൂടെ ഒരു ഓൺടർപ്രണർഷിപ്പ് കോഴ്സ് വിച്ച് ലാസ്റ്റഡ് ഫോർ 10 ദിവസം. ഓക്കെ, അവിടെ പോയപ്പോൾ ഐ വെന്റ് വിത്ത് എ സിമ്പിൾ പ്ലാൻ. ലൈക്ക് ഞാൻ അവിടെ പോയിട്ട് ഓൺടർപ്രണർഷിപ്പിനെ പറ്റിയിട്ട് പഠിച്ചിട്ട് തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ എൻഡ് ഓഫ് ദി കോഴ്സ് അവർ പറയൂ ദർ ഇസ് എ പിച്ച് കോമ്പറ്റീഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് സിമ്പിൾ കോഴ്സിൻ്റെ കൂടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് we got selected into one group, we got put into different groups. എന്നിട്ട് we won the competition from that one course. Okay,
And what Thai Bangalore did was ഇവര് പിന്നെയും ഈ കോഴ്സ് വേറെ ലൈക്ക് ഇയേഴ്സിൽ ഐ മീൻ മന്ത്സിൽ കണ്ടക്ട് ചെയ്തിട്ട് അവിടെ നിന്നും പിച്ച് കോമ്പറ്റീഷൻ്റെ ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടീംസ് ഓൾസോ പാർട്ടിസിപ്പേറ്റഡ്. അത് കഴിഞ്ഞിട്ട് വി വെന്റ് ടു റീജിയണൽ റൗണ്ട്, we won that, and then we went to national, and then that's when we started to realize that this is a global competition. Okay. So that's how we finally reached Thai Global. Okay. അപ്പോൾ ഇതിൽ എത്ര പേരുണ്ട് നിങ്ങളുടെ ടീമിൽ? So in my team, including myself, 4 പേരാണ്. So I have a few of my friends, Mishka, Kushagri and Tejas, and then that's ഇവരെല്ലാം myself. ഗ്ലോബലിൽ പഠിക്കുന്ന കുട്ടികളാണ്. അല്ല, we are all from different places. ഓ, അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ആ ടീം ആയത്. സോ ഞാൻ പറഞ്ഞില്ലേ ടൈ ബാംഗ്ലൂരിൽ ആ കോഴ്സിന് പോയപ്പോൾ ലൈക്ക് ഫ്രം ഡിഫറെൻറ്റ് സ്കൂൾസ് വേറെ കുറേ ആൾക്കാർ വന്നു, ലൈക്ക് ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സ്, like for example Tejas and all, they're in, I think he's in like 12th and everything. Mishka is way younger than me. Appo we all got together, we were put into a group and റാൻഡം ആയിട്ട് വന്നതാണ്. Okay. And but the thing is we had great chemistry. Okay. So I think that's one of the reasons we got to win the competition. അപ്പോൾ ഇതിൽ അവിടെ നിന്നിട്ട് എത്ര കോമ്പറ്റീഷൻ, എത്ര ലെവൽസ് ഉണ്ടായിരുന്നു? So there was a one competition with the course, then multiple course there was regional competition, then national, then global. Okay. അപ്പോൾ ഈ ഗ്ലോബൽ എവിടെ വെച്ചിട്ടായിരുന്നു? Global was supposed to happen in the US, I believe, but then because of the war and everything, they changed it to Kochi. കൊച്ചിയിൽ വെച്ചിട്ടാണ്. കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ എത്ര ടീമുകൾ ഉണ്ടായിരുന്നു? I think it was 20 national. There was 25 different chapters from across India. അത് കഴിഞ്ഞിട്ട് സിയാറ്റലിനും I mean from the US also there was different teams. And then that was the final globals one. Okay. അപ്പോൾ ഫൈനലിൽ നിങ്ങൾ ഫസ്റ്റ് ആരാ വന്നേ? First was a team called Doug AI from Seattle. Second was Book My Space from India, our project. And then third was again another group from Seattle. Okay. Book My Space. ഇതായിരുന്നു നിങ്ങളുടെ ഓൺട്രപ്രണർഷിപ്പ് പ്രപ്പോസൽ. എന്താണ് ഈ ബുക്ക് മൈ സ്പേസ്? So Book My Space എന്ന് വെച്ച് കഴിഞ്ഞാൽ we basically help monetize your unused space. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ കാറ് വർക്ക്ഷോപ്പിന് ഓവർ ദ വീക്കെൻഡ് വർക്ക്ഷോപ്പിൽ പോയി, ഓക്കെ, അപ്പൊ എന്താണ്ടാവും വെച്ച് കഴിഞ്ഞാൽ യുവർ കാർ പാർക്കിംഗ് സ്പേസ് വെറുതെ അവിടെ ഇരിക്കണല്ലേ, ഇറ്റ്സ് നോട്ട് ഏർണിംഗ് എനി മണി, നത്തിങ് ഇസ് ഹാപ്പനിങ് ദർ, ദർ ഇസ് നോ കാർ പാർക്കിംഗ് ഓൾസോ, റൈറ്റ്? സോ ലെറ്റ്സ് സേ യുവർ ഹൗസ് ഇസ് ഇൻ എടപ്പള്ളി, ഓക്കെ, ആൻഡ് you have parking free there and someone wants to go to Lulu. So instead of paying 50 rupees at the Lulu parking, what they can do is ഇവര് നമ്മുടെ നിങ്ങൾ ഈ പാർക്കിംഗ് സ്പേസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ആപ്പിൽ. സോ ദ പേഴ്സൺ ഹു വാണ്ട്സ് ടു ഫൈൻഡ് പാർക്കിംഗ് നിങ്ങളുടെ സ്പേസിൽ വന്ന് പാർക്ക് ചെയ്തിട്ട് ദിൽ ഗോ ടു ലുലു. സോ ദാറ്റ് വേ നമുക്കും കാശ് കിട്ടുന്നുണ്ട്, അവർക്ക് പാർക്കിങ്ങും കിട്ടുന്നുണ്ട്. ഇതാണ് പ്രസന്റ് ചെയ്ത് നിങ്ങൾ സെക്കൻഡ് അടിച്ചത് ഗ്ലോബൽ മാർക്കറ്റ്. Yes. They actually had a live project going. Okay. Yeah, we bought a domain. We bought a domain, and Mishka was our chief of technology. So she built a whole web app on AI, and then it was published. അതൊരു സംരംഭം നമ്മൾ പിച്ച് ചെയ്യായിരുന്നു അവരുടെ മുമ്പിൽ. Yes. അതിന്റെ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള, അപ്പൊ നമ്മുടെ കൊമേഴ്ഷ്യൽസ് അല്ലെങ്കിൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് ഇതെല്ലാം നമ്മൾ പ്രസന്റ് ചെയ്യണമായിരുന്നു. Exactly. So we had to present everything from elevator pitch, which is basically like a summary of എന്താ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ there was also full pitch deck competition where ബിസിനസ് ഐഡിയ എന്താണ്, ഫിനാൻഷ്യൽസ് എന്താണ്, പ്ലാൻ എന്താണ്, അതെല്ലാം കൂടെ പ്രസന്റ് ചെയ്തിട്ട് they ask you questions ഉണ്ടെങ്കിൽ അത് ചോദിക്കും, എന്നിട്ട് we explain what we do. നിൽക്കാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ? ഇപ്പോൾ നമ്മളോടൊക്കെ നമ്മുടെ മാതാപിതാക്കളെ പറഞ്ഞ മോനെ ഇത് പഠിച്ചോ അല്ലെങ്കിൽ ഈ വഴിക്ക് പോയോ എന്നൊക്കെ പറയുമ്പോഴാണ് ഒരു പുതിയ തലമുറ അവർ സംരംഭത്തിലേക്ക് ഇറങ്ങണം എന്ന ആഗ്രഹത്തോടുകൂടി അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞ ആ ആശയം ഞാൻ ആലോചിക്കുകയായിരുന്നു, താങ്കളുടെ ഒരു ആശയവും നിരവധി സംരംഭകരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പുതിയ തലമുറ ഇതിലേക്കും സാധ്യതയില്ലേ താങ്കളുടെ ആശയത്തോട്? വെരി മച്ച്. ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഇപ്പം AI ഒക്കെ വരികയാണ്, പല മേഖലയിലും ഹ്യൂജ് ടേക്ക് ഓവേഴ്സ് ആർ ഹാപ്പനിങ്. അപ്പം
ഭാവിയിലേക്ക് ജോലികൾ എന്ന് പറയുന്നത് തന്നെ പല ജോലികളും ഇന്ന് അസാധുവാവുകയാണ്. ഈ ടൂൾസൊക്കെ വെച്ചിട്ട് പലർക്കും പല കാര്യങ്ങളും പാരലലി ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ബിൽഡ് ആവുകയാണ്. അപ്പോൾ അങ്ങനൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ ആ ഒരു സ്പേസിൽ നമ്മൾ ഈ പുതിയ വരുന്ന തലമുറയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒരു സംരംഭകനാവാനെങ്കിലുള്ള മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ദേ വിൽ ബി ഓൾവേസ് സസെപ്റ്റബിൾ ടു എന്താണ് പറയുക റീപ്ലേസ്മെൻറ്റ്. അതെ, ഒരു സംരംഭകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he has to decide whether he has to be replaced. Right. Nobody else is going to be able to decide that. That is one most powerful thing. അപ്പം ഇത് ഈ ഇവൻറ്റിലേക്ക് വരുന്നത് തന്നെ ഞാൻ അറിഞ്ഞത് പിന്നെയാണ്. ഈ കോഴ്സിന് പോയെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ വൈഫും മോളും കൂടി ബാംഗ്ലൂർ പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സെലക്റ്റഡ് ആയി. ഞാൻ വിചാരിച്ചു ഓക്കെ ലോക്കൽ കോമ്പറ്റീഷൻ പരിപാടികൾ ഓക്കെ. ബട്ട് ദെൻ പിന്നെ ഇത് കുറച്ചും കൂടി ഒരു ഗൗരവമുള്ള കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പ്രൊജക്റ്റ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഭാഗത്തേക്ക് നമ്മൾ വിട്ടില്ല. പ്രൊജക്റ്റിൻ്റെ പേര് ബുക്ക് മൈ സ്പേസ് ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പിച്ച് ഫ്ലെക് അത് ഞങ്ങൾ ചെയ്തോളാം, ഇടപെടണ്ട ആ ഭാഗത്തേക്ക് വരരുത്. അതാണ് നമ്മുടെ പുതിയ തലമുറ. അതെ, അതാണ് നമ്മുടെ പുതിയ തലമുറ. സോ ദിസ് ദാറ്റ് ഐ ലൈക്ക് ദ കോൺസെപ്റ്റ് ദാറ്റ് ദേ ആർ ലേണിംഗ് ദംസെൽവ്സ്, റൈറ്റ്. അതൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കാര്യം അവരുടേതായ വീക്ഷണങ്ങൾ നമ്മൾ വ്യത്യാസമാണ്. പലപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന പല ആപ്ലിക്കേഷൻസും ഇന്നത്തെ ആൾക്കാർക്ക് അത് അക്സെപ്റ്റബിൾ അല്ല. ആസ് ഇൻ ജെൻസീസ് ദേ ഹാവ് ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ ടു ദം. സോ വെൻ ദേ ദംസെൽഫ് ആർ ഡിഫൈനിങ് ദീസ് തിങ്സ്, അതിന് നല്ലൊരു പോസിബിലിറ്റി കൂടുതലാണ്. അവരുടെ വൈബിന് പറ്റിയ സാധനങ്ങൾ അവർ ചെയ്യട്ടെ. അപ്പോൾ അത് ആ ഒരു ഫ്രീഡം വി ഹാവ് ഓൾവേസ് ഗിവൺ. സെ ദാറ്റ് ലക്ഷ്മിക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതെ, പറഞ്ഞത് ഇന്ന് പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. ഓക്കെ, ഇനി ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ആർ ദെയർ ടു സപ്പോർട്ട്, റൈറ്റ്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എന്താ പറയുക, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകും. നിൽക്കാത്ത ഈ സംരംഭകരെ സൃഷ്ടിക്കുകയാണ്. ഈ യുവതലമുറയ്ക്കുള്ള അവസരം എന്താണ് അപ്പോൾ അവിടെ? സോ ടൂറിസം ഈ യുവതലമുറയ്ക്ക് യാത്രകൾ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്പിരിറ്റാണ്. അത് പണ്ട് തൊട്ടേ ഉണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കാശ്മീരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽ രജിസ്ട്രേഷൻ വണ്ടീനെക്കാളും കൂടുതൽ കേരള രജിസ്ട്രേഷനാണ് കാണുക. ഇത് വയസ്സായ ആൾക്കാരാണല്ലോ ഈ ബൈക്ക് എടുത്ത് പോകുന്നത്. ഇറ്റ്സ് എ യങ് ജനറേഷൻ, റൈറ്റ്. സോ ദിസ് ഇസ് സംതിങ് വി അമേസിംഗ്ലി സീ ദാറ്റ് ഈ യാത്രകളിലേക്കുള്ള പാഷൻ വളരെ കൂടുതലാണ്. അതേസമയം ആ പാഷൻ ഫോളോ ചെയ്തുകൊണ്ട് ഈ ടൂറിസം മേഖലയിൽ ഇപ്പോൾ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ക്ലിയർലി കേരളത്തിലെ ടൂറിസവും ടെക്നോളജിയുമാണ് ഏറ്റവും പവർഫുള്ളായ ഒരു സെഗ്മെൻറ്റ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോഴും നമ്മളുടെ കേരളത്തിൻ്റെ ഗ്രോത്തിൽ ഏറ്റവും പവർഫുള്ളായി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാവുന്ന സെക്ടറാണ് ടൂറിസം. ആ മേഖലയിലേക്ക് ഇവരുടെ പാഷനും കൂടി നമുക്ക് ക്ലബ് ചെയ്തുകൊണ്ട് ഈ കേരളത്തിനെ ഗ്ലോബൽ അരീനയിൽ ഇപ്പോൾ ഓൾറെഡി കേരളം ഒരു ഗ്ലോബൽ ബ്രാൻഡ് തന്നെയാണ്. അതിനെ ഇനിയും ഗ്രോ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ കുറേ അധികം ഉണ്ട്. അപ്പോൾ അതിലേക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയെങ്കിൽ ദെൻ ദർ ഇസ് നത്തിങ് ലൈക്ക് ഇറ്റ്സ് ദ ബെസ്റ്റ് ചോയ്സ്. പിന്നെ ഈ യാത്രകൾ ഈസ് ഓൾ അബൌട്ട് എക്സ്പീരിയൻസസ്. അത് വെച്ചിട്ട് എത്ര കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തീർച്ചയായും വെരി ഡൗട്ട്ഫുൾ ആണ്. കറക്റ്റ്. So it is about a human touch, human feel, the stories, all that between humans. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ they will be the best guides. അപ്പോൾ നിൽക്കാതെ പറയുന്ന WebCRS എന്ന് പറയുന്ന കമ്പനി ചിലപ്പോൾ ഇവർ പഠനം കഴിഞ്ഞൊരു ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഈ ജോലി തേടി പോവാതെ they can be an entrepreneur. നിങ്ങളുടെ സംരംഭം തുടങ്ങാം. വെരി ട്രൂ. സോ അവരുടെ ജനറേഷനെ തന്നെ കേട്ടർ ചെയ്യാം അവർക്ക്. അതെ, അതാണ് പറ്റും. കാര്യം അവരുടേതായ പർച്ചേസ് ബിഹേവിയർ വ്യത്യാസമാണ്, അവരുടേതായ പ്രിഫേർഡ് ഡെസ്റ്റിനേഷൻസ് വ്യത്യാസമുണ്ട്. ഇതൊക്കെ അവർ തന്നെ മനസ്സിലാക്കി പറയുമ്പോൾ നിങ്ങൾ അതിനൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുകയാണ്. അബ്സല്യൂട്ട്ലി. അവരൊന്നും ചെയ്യണ്ട. വെരി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി റെഡിയാക്കി കൊടുക്കും. അവർ ഓൾറെഡി മാർക്കറ്റിംഗ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. എവറിത്തിങ് യു ആർ സപ്പോർട്ടിങ്. സോ നമ്മൾ ആദ്യം ലോഞ്ച് ചെയ്തത് ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു. അതെ, മാർക്കറ്റിംഗ് ആ സംരംഭകന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ സംരംഭകന്റെ സോഷ്യൽ പ്രൊഫൈലാണ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലീഡ്സ് ജനറേറ്റ് ചെയ്ത് ബിസിനസ് ജനറേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഈ കണക്ഷൻസ് ഉണ്ട്. പക്ഷേ ആ ഒരു കണക്ഷൻ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നല്ല ടോപ്പ് ലെവലിൽ
ഒരു കോമ്പറ്റീറ്റീവ് റേറ്റിൽ ഈ ഓൺലൈൻ കമ്പനികളുള്ള സമയത്ത് അവരുടെ ഡിസ്കൗണ്ടിങ്ങും പ്രൊമോഷൻസും അവർ തമ്മിലുള്ള അടിയും ഓറാണ് അവിടെ നടക്കുന്നത്. കോമ്പറ്റീഷൻ ഓഫ് ഡിസ്കൗണ്ടഡ് പ്രൈസ്. അതിൻ്റെ മുന്നിൽ ഒരു സംരംഭകന് തലകുനിക്കാതെ ഓൺലൈൻ കമ്പനികളെ ബീറ്റ് ചെയ്തുകൊണ്ട് ഒരു ഓഫർ കൊടുക്കാൻ പറ്റുക, ആ ഓഫർ കൊടുത്ത് ആ കസ്റ്റമർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളുടെ യാത്രകൾ സുഖകരമാക്കുക, ഇങ്ങനെയുള്ള ഓപ്പറേഷണൽ ചലഞ്ചസ് ഉണ്ട്. ഇത് ഫിക്സ് ചെയ്യലാണ് ഞങ്ങളുടെ ഫസ്റ്റ് നമ്മുടെ പ്രൊജക്റ്റിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓരോ സംരംഭകനും അവരുടെ ഇതാണ് സപ്പോർട്ട്സ് മറ്റേ അവരുടെ സോഷ്യൽ കണക്ഷൻസ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു അപ്രോച്ചായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്, മൈക്രോ നാനോ എൻ്റർപ്രൈസസ്. നൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ദ നെക്സ്റ്റ് ഫേസ് ടു us, റൈറ്റ്? രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ കേരളത്തിൽ തുടങ്ങിയപ്പോൾ അവർ കേരളം വിൽക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കേരളത്തിൻ്റെ ഓപ്പർച്യൂണിറ്റിയും നമ്മൾ ഇത് ചെയ്തത്. പക്ഷേ ഈ സംരംഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്, ട്രാവൽ ബിസിനസ്സാണ്. അവർക്ക് വരുന്ന എൻക്വയറി പലപ്പോഴും ഗോവയും തായ്ലൻഡും യൂറോപ്പൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ സപ്ലയർ ബേസും കൂടി ഞങ്ങൾ ഈ ആഡ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. നൗ വാട്ട് വി ആർ ഡൂയിങ് ഈസ് coming back to the story of Kerala, helping Kerala's potential grow further. കേരളത്തിൽ ഇന്ന് ചെയ്യുന്നത് about 45,000 crores ആണ് പെർ ഇയർ. പക്ഷേ ഇതിൻ്റെ സാധ്യതകൾ ഇതിനെക്കാട്ടും 10 times ബിഗർ ആണ്. ഫോർ എക്സാമ്പിൾ 45,000 അല്ലെങ്കിൽ 30,000 കോടി രൂപയുടെ ഹോളിഡേ പാക്കേജസ് ഉണ്ട്. ഈ 30,000 കോടി രൂപയുടെ ഹോളിഡേ പാക്കേജസ് ബിസിനസ് ഓൺ ബുക്സ് നടക്കണമെങ്കിൽ മിനിമം ഒരു ഏത് ബിസിനസ്സിനും കൊറി ടു കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എൻക്വയറി വന്നാൽ അതെല്ലാം കൺവേർട്ട് ആവത്തില്ല. ഒരു 5-10% ഒരു ബിസിനസ്സിൽ പ്രോപ്പർലി കൺവേർട്ട് ആവുന്നത്. അങ്ങനെ വച്ചാൽ കേരളത്തിൻ്റെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളം ബിസിനസ് ഓൺ ബുക്സ് 30,000 കോടി ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം 3 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ഡിമാൻഡ് ഫോർ കേരള ഹാസ് ബീൻ ഒറിജിനേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി ആൻഡ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. പക്ഷേ എന്നിട്ട് അതെ, അതിനകത്ത് ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ നോർമൽ 5%, 10% കൺവേർഷൻ റേറ്റ് കഴിഞ്ഞാൽ ഈ 30,000 കോടി കിട്ടി. അപ്പോൾ ബാക്കിയുള്ള 2.7 lakh crore അവിടെ പോയി. ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് വി നീഡ് ടു ആൻസർ. ആൻഡ് ദാറ്റ് ഇസ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ ദ ന്യൂ ജനറേഷൻ ടു ഈവൻ അഡ്രസ്, ബിക്കോസ് ദേ ക്യാൻ ഗെറ്റ് ഇൻ ആൻഡ് സോൾവ് ദാറ്റ് ഗ്യാപ്പ്. ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ക്യാൻ ജസ്റ്റ് ആ ഡിമാൻഡ് ഫിൽ ചെയ്താൽ മതി. ഞാൻ ലക്ഷ്മിയോട് വരാം. ലക്ഷ്മി, മോളിപ്പോൾ 11th ആയിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഏതാണ് ഈ കൊമേഴ്സ് ചൂസ് ചെയ്യാൻ സ്വന്തമായിട്ട് തീരുമാനം എടുത്തു? പാരൻസ് ഒന്നും പറഞ്ഞിട്ടില്ല മോളോട് ഇത് ചെയ്യണം അത് ചെയ്യണം? നോ, ആക്ച്വലി അമ്മ അച്ഛൻ പറഞ്ഞത് ഓക്കെ ഇത്തരം സബ്ജക്ട്സ് ഉണ്ട്, ഇനി നിനക്ക് ഡിസൈഡ് ചെയ്യാം എന്തെടുക്കണമെന്ന്. വാട്ട് ഈസ് യുവർ പാഷൻ, യു ഫോളോ ഇറ്റ്. Okay, and because I had the passion for economics, business and everything, ഞാൻ commerce എടുത്തു. And it's mainly, I think mainly because അച്ഛനും അമ്മയും ബിസിനസ് ചെയ്ത് കണ്ട് എനിക്ക് അതിൻ്റെ ഒരു പാഷന് തുടങ്ങിയത്. Because like even when I was younger also, I was into that, the fact that എനിക്ക് എൻ്റെ സ്വന്തം കാശ് ഉണ്ടാക്കണം. I want to be independent. So I thought commerce was the best option. ശരി, മോള് പഠനം കഴിഞ്ഞിട്ട് ജോലിയാണോ അതോ ബിസിനസ് ആണോ ചെയ്യാൻ പോകുന്നത്? ഡെഫിനറ്റ്ലി ബിസിനസ്. ബിക്കോസ് ഒരു എനിക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ മീൻ മേ ബി ലൈക്ക് ദ ജനറേഷൻ മൈറ്റ് ഹാവ് ഇറ്റ് ഓൾസോ, ഇസ് ദാറ്റ് എനിക്ക് റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വോണ്ട് മൈ ഒപ്പീനിയൻ ടു ബി സീൻ. ഓക്കെ, ആൻഡ് വേറൊരാള് പറയുന്നത് അതിന്റെ അടിയിൽ കയറി വർക്ക് ചെയ്യാൻ താല്പര്യം ഒട്ടുമില്ല. ഐ തിങ്ക് മേ ബി ഇറ്റ്സ് ബിക്കോസ് ഐ എം ഓൾസോ an only child. അപ്പോൾ ഐ എം ലൈക്ക് ഓക്കെ, ലൈക്ക് അഗൈൻ മൈ ഒപ്പീനിയൻ ഐ വോണ്ട് ടു മേക്ക് ഇറ്റ് വർക്ക്. അപ്പോൾ അതിന്റെ ബെസ്റ്റ് പരിപാടി ബിസിനസ് തന്നെയാണ്. Exactly, because you are your own boss. So there is no need for listening to other people, right? I mean, of course you have to listen to other people and collaborate with them, but I think as an entrepreneur it'll be easier for you to express your opinion. അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ like you know you can work at your own pace. നമ്മൾ പറയുന്നത് ഞാനൊരു ജോലിക്കാരിയാവില്ല, പക്ഷെ ജോലി കൊടുക്കുന്ന ആളാവും. Definitely, because I think there's also a social impact to that. It's you provide, you know, income for other people. When you give jobs, you're also providing income for other people, right? So yeah. നീൽകാന്ത്, നമ്മളൊക്കെ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. നമുക്കൊന്നും ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് ഓപ്ഷൻ എ ബി സി എന്ന് പറഞ്ഞ് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഈ വഴി കൂടി പോയിക്കോളാം എന്ന് പറഞ്ഞത്, തിരിഞ്ഞു നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞിരുന്നത് അല്ലേ? അപ്പോൾ ഈ തലമുറ ഇനിയിപ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന തലമുറ, ഇതാണ്. എങ്ങനെയാണ് ലക്ഷ്മിയെ ഇങ്ങനെ ഈ തലമുറയെ നീൽകാന്ത് വിലയിരുത്തുന്നത്? എങ്ങനെയാണ്?
ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ബിഗ് ഓപ്പർച്യൂണിറ്റി, റൈറ്റ്? കാര്യം ഇവരുടെ ആ ഒരു ഇൻക്യൂസീവ്നെസ്സും എന്താണ് പറയുക, ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു തലമുറയാണ്. പൊട്ടൻഷ്യലാണ്. അപ്പം ഇഫ് യു ഗീവ് ദം ദ റൈറ്റ് അസിസ്റ്റൻസ്, വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? കാര്യം വെറുതെ ഇപ്പോൾ വണ്ടി എടുത്ത് എങ്ങനെയോ ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഇടിക്കാൻ ചാൻസ് ഉണ്ട്. ആസ് പാരൻസ്, ഇഫ് വി ഗീവ് ദം ദ റൈറ്റ് അസിസ്റ്റൻസ്, അവർ കറക്റ്റായിട്ടുള്ള ഒരു വാച്ച് ഓവർ, ദാറ്റ്സ് ഓൾ വാട്ട് ദേ റിക്വയർ, റൈറ്റ്? ബിയോണ്ട് ദാറ്റ് ദേ ഷുഡ് ബി ഏബിൾ ടു ഡു വെൽ. അവർക്ക് ഫ്രീഡം കൊടുത്തേ പറ്റുള്ളൂ. അതെ. ഞാൻ അത് ലക്ഷ്മി തന്നെ പറയട്ടെ. ലക്ഷ്മി, ഈ ഞങ്ങളുടെ ജനറേഷൻ വ്യത്യസ്തമാണ് നിങ്ങൾ. Yeah, that's ഓക്കെ, right. നിങ്ങൾ എന്താണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്? I think what we mostly expect from parents is that, ipo, like I said, again, I have my own opinions. I know what to do. I just want, like, parents and just be behind us, right? Back us up, okay? അത്ര നിങ്ങളൊന്ന് മാത്രം സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താൽ മതി, ഓക്കെ? ബിക്കോസ് നമ്മൾ ഫെയിൽ ചെയ്യെങ്കിൽ ഫെയിൽ ചെയ്യട്ടെ, ഓക്കെ? ബട്ട് ദെൻ ഈ സംടൈംസ് പാരൻസ് ലൈക്ക് ടെൽ us, ഓക്കെ, നീ എഞ്ചിനീയർ ആയാൽ മതി, അല്ലെങ്കിൽ ലോയർ ആയാൽ മതി, അല്ലെങ്കിൽ ഡോക്ടർ ആയാൽ മതി, ഓക്കെ? സോ ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സേ ഐ ഡോണ്ട് ലൈക്ക് ബീങ് എ ഡോക്ടർ, ഓക്കെ? ഐ ഡോണ്ട് ലൈക്ക് സയൻസ്, എനിക്ക് സയൻസ് ഇഷ്ടമല്ല. അപ്പോൾ ലൈക്ക് വെൻ മൈ പാരൻസ് സേ, ഓക്കെ, യു ഹാവ് ടു ബി എ ഡോക്ടർ, right? I would rather fail at something that I like to do rather than do something that I don't like whatsoever, right? Because like if I don't like what I do, then there is no point, right? നമ്മൾ പറയുന്നത് സ്പഷ്ടമാണ്. അതായത് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം എൻ്റെ പാരൻസ് പറഞ്ഞു പോയി തോൽക്കുന്നതിന് നല്ലതാണ് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിൽ പോയി ഞാൻ തോക്കുന്നത്. വളരെ സ്പഷ്ടമാണ്. അവിടെയാണ് അപ്പോൾ ഈ ജനറേഷൻ, നിങ്ങൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ സ്വാതന്ത്ര്യം ആവശ്യമുള്ളത് പോലെ നിങ്ങൾ ചാലഞ്ച് ചെയ്യും മറ്റുള്ളവരെ. നിങ്ങൾക്കൊരു തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയും. Definitely. Again, I think what happens with today's generation is that they have very strong opinions. ഭയങ്കര strong opinions, okay? Because if ഇപ്പോൾ താങ്കൾ തെറ്റാണെങ്കിൽ ഞാൻ നിങ്ങൾ തെറ്റാണെന്നേ പറയുള്ളൂ. I will not change my opinion just because you are okay. Just because you are elder, I will respect you. താങ്കളെ റെസ്പെക്ട് തെറ്റാണെന്ന് പറയും. തെറ്റ് തെറ്റാണെന്ന് തന്നെ പറയും. ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഐ തിങ്ക് ഐ ഡോണ്ട് റിമെമ്പർ വാട്ട് ക്ലാസ് ഇറ്റ് വാസ്. പക്ഷെ ഒരു ടീച്ചർ സം സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, it was very small mistake, okay? But like for me, ഞാനൊരു പെർഫെക്ഷനിസ്റ്റ്, എല്ലാം പെർഫെക്റ്റ് ആവണം, ഓക്കെ? അപ്പോൾ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ബോർഡിൽ. അപ്പോൾ ഐ വാസ് ലൈക്ക്, മാം ഇത് തെറ്റാണ്, ഓക്കെ? മാം വാസ് ലൈക്ക്, അല്ലല്ല ഇത് തെറ്റ്, ഇത് റൈറ്റ് തന്നെയാ, ഓക്കെ? ഐ വാസ് ലൈക്ക്, മാം അല്ല പക്ഷെ ഇത് ഇങ്ങനെയാണ്, ഓക്കെ? ആൻഡ് ബാക്കി അറ്റ്ലീസ്റ്റ് ലൈക്ക് 15 minutes of class I spent explaining why this is wrong. So I think we have the patience for it. Like ippalthe generation, we have the patience to explain that this is wrong also. Like നമ്മൾ ടൈം എടുത്ത് പറയും, കണ്ണടച്ചിട്ട് എന്നാ പിന്നെ നിങ്ങൾ എന്തെങ്കിലും അയക്കോ, സ്പെല്ലിംഗ് അങ്ങനെ അയക്കോ എന്ന് പറയും. യു ഹാവ് ദ പാഷൻ ടു എക്സ്പ്ലെയിൻ ഇറ്റ് ഓൾസോ. എക്സാക്ട്ലി. ഓക്കെ, നിൽക്കാന്ത് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മോഡിലേക്ക് നമ്മൾ പോകണതല്ലേ? അവിടെയാണ് നീൽകാന്തിന്റെ ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? So something very important for Kerala, right? So we started with a journey of entrepreneurship and tourism for selling Kerala, but then when global operations global concept like കൊണ്ടുവന്നു, where we were able to കുറെ myths-നെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റി. But there was a lot of learnings also. കാരണം we are not following any playbook, right? We were evolving the model as we do it. കാര്യം പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ല, അപ്പം മാറ്റി പിടിക്കേണ്ടി വന്നു. അതിൻ്റെ കറക്ഷൻസ് കൊണ്ടുവന്നു, സിസ്റ്റംസിൽ കറക്ഷൻസ് കൊണ്ടുവന്നു, അപ്രോച്ചിൽ കറക്ഷൻസ് കൊണ്ടുവന്നു, പ്രോസസ്സസിൽ കറക്ഷൻസ് കൊണ്ടുവന്നു. സോ ദർ വാസ് എ വെരി പവർഫുൾ ലേണിങ്സ് ദാറ്റ് വി ഹാഡ്. അതിനകത്ത് ഒരു എലമെൻ്റാണ് ഈ സംരംഭകൻ്റെ ആ കണക്ഷൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ ഓപ്പറേഷണൽ സപ്പോർട്ടാണ് നമ്മൾ ആദ്യം ഓഫർ ചെയ്തത്. നോട്ട് ഓൾ ബിസിനസ്സസ് always become successful, right? ചിലപ്പം അവർക്ക് അതിൻ്റെ സമയം കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ അവരുടെ കമ്മിറ്റ്മെൻറ്റ്സിൽ കുറച്ച് ഗ്യാപ്സ് വന്നിരിക്കാം സംരംഭൻ്റെ സൈഡിൽ നിന്ന്. നാച്ചുറലി ഇറ്റ് ക്യാൻ എഫക്ട് ദ ബിസിനസ്. സോ ബട്ട് മൈ പെർസ്പെക്റ്റീവ് ഇസ് ടു ഗെറ്റ് ദം പ്രോഫിറ്റബിൾ, റൈറ്റ്? കാര്യം ഒരു സംരംഭകൻ ഫെയിൽ ചെയ്താൽ
ഒരാൾക്ക് കുറച്ച് ഇറക്കിയ പൈസ പോയി എന്നുള്ളൂ അല്ലേ, അതാണ്. പക്ഷെ അയാൾക്ക് അത് വലിയൊരു കാര്യമാണ് കേട്ടോ, അത് ഒരു ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണ്. പക്ഷെ അത് പോയി എന്നുള്ള മാത്രമല്ല ഇതിനകത്തുള്ള പ്രശ്നം. വാട്ട് ഹാപ്പൻസ് ഇസ് ഇയാളെ ചുറ്റിപ്പറ്റിയുള്ള ഫ്രണ്ട്സും റിലേറ്റീവ്സും കസിൻസും ഒക്കെ പറയും, ചേട്ടൻ പോയിട്ട് കാശ് കളഞ്ഞിട്ടുണ്ട്, നീ മര്യാദയ്ക്ക് പോയി പഠിച്ചോട്ടോ, എന്നാലും ജോലിക്ക് കയറിക്കോളൂ. So each failure is taken as an example for not letting others into venture into entrepreneurship. Correct? ഇങ്ങനെ കുറേ ഫെയിലിയർ ചുറ്റിലും കാണുമ്പോൾ വാട്ട് ഹാപ്പൻസ്, അടുത്ത ആൾക്ക് സംരംഭം തുടങ്ങാനുള്ള ആ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും പാഷൻ ഉണ്ടെങ്കിലും ചെയ്യാണ്ട് അവർ ഒതുങ്ങിക്കൂടി ജീവിക്കും എന്നുള്ളൊരു ഇതാണ്. അത് തന്നെ നമ്മുടെ ഗ്രോത്തിനെ, നമ്മുടെ ഓവറോൾ ഗ്രോത്തിനെ നമ്മളത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതേസമയം ഒരു സംരംഭം സക്സസ്ഫുൾ ആയാലോ, ആ സാധനം സക്സസ്ഫുൾ ആയി, അപ്പോൾ നമുക്ക് ഇത് തന്നെ ചെയ്യാം. സോ ഇറ്റ് ഗെറ്റ്സ് വാട്ട് എവർ ഹാപ്പൻസ് ഇറ്റ് ഗെറ്റ്സ് റെപ്ലിക്കേറ്റഡ്. അതെ, കറക്റ്റ്. ഇറ്റ് ഇസ് എ റിപ്പിൾ എഫക്ട് വിച്ച് ഇസ് ഹാപ്പനിങ്. സോ വി വാണ്ടഡ് ടു എൻഷുർ ഹൗ ഡു വി റെഡ്യൂസ് ഈ പറഞ്ഞ സ്ലോ പേസ്. നമ്മളുടെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിൻസ് അവർ കമ്മിറ്റ്മെൻറ്റ് ഇസ് ലൈക്ക് ദിസ്, നമ്മൾ തുടങ്ങിയ സംരംഭകർക്ക് ഫുൾ സപ്പോർട്ട് സിസ്റ്റംസ് ഇപ്പോഴും നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. Even if they are slow, so we are still continuing it until they break even, we are supporting. So ഇനി ഇവരെ ബ്രേക്ക് ഈവനിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്ന ഒരു മൊഡ്യൂളും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു സംരംഭകന് അധികം സോഷ്യൽ കണക്ഷൻസ് നിന്ന് കണക്ടിവിറ്റി അത്രയും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല, ലീഡ്സ് അധികം ജനറേറ്റ് ആയില്ലെങ്കിൽ, we will have a supplementary mechanism where we can feed leads into it. അപ്പോൾ എന്ത് പറ്റി, നാച്ചുറലി ഈ ലീഡും കിട്ടി ആൻഡ് ഓപ്പറേഷണൽ കപ്പാസിറ്റി ഓൾറെഡി ഉണ്ട്. സോ ദ ബിസിനസ് ക്യാൻ ഗെറ്റ് സക്സസ്ഫുൾ. സോ വി ആർ റിയലി എക്സ്പെക്ടിങ് ഫോർ ഓൾ അവർ ഓണ്ടർപ്രണേഴ്സ് ടു ഗെറ്റ് ടു സക്സസ് സോ ദാറ്റ് വി ക്യാൻ മിനിമൈസ് ദ പോസിബിലിറ്റി ഓഫ് ഫെയിലിയർ. അപ്പോൾ അതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ഫേസ്. നാച്ചുറലി ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ബേസിക്കലി ആൾക്കാർ പൈസ ഇട്ട് കഴിഞ്ഞാൽ ലീഡ്സും ക്രിയേറ്റ് ആക്കും, ആ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്ത് സപ്പോർട്ട് സിസ്റ്റംസ് തരികയും ചെയ്യും. അപ്പോൾ പിന്നെ വലിയ റോളില്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇത് സ്വന്തം ഒരു എലമെൻറ്റ് ഒരു കുട്ടീനെ വളർത്തുന്ന പോലെയാണ്. കുട്ടിക്ക് വേണ്ട ഭക്ഷണ സാധനം മാത്രം കൊടുത്താൽ പോരാ, അവനുള്ള പഠിത്തവും ഇതൊക്കെ കൊടുത്ത് അവനെ സെൽഫ് സസ്റ്റൈനബിൾ ആക്കണ വരെയുള്ള ഒരു ചലഞ്ച് ഉണ്ടല്ലോ. ഇതേ ഒരു പ്രോസസ്സ് തന്നെയാണ് ഒരു ബിസിനസ്സിൽ നടക്കുന്നത്. ഈ ഒരു സംരംഭകൻ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ ഭക്ഷണവും ഉറങ്ങാനുള്ള സ്ഥലം മാത്രം കൊടുത്താൽ പോരാ, കറക്റ്റ് ഫീഡും കാര്യങ്ങളൊക്കെ കൊടുത്താലാണ് ഇത് ഒരു സെൽഫ് സസ്റ്റൈൻഡ് ഒരു പുരുഷനോ ഒരു ലേഡിയോ ആയി മാറുന്നത്. ഇതുപോലെ തന്നെയാണ് ഒരു സംരംഭം. അപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഫീഡിങ് കൂടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു സ്വന്തമായി ഒരു ബിസിനസ് ഫുള്ളി സപ്പോർട്ട് സിസ്റ്റമായിട്ട് ലീഡ് ജനറേഷനും ഓപ്പറേഷൻസുമായി വന്നു കഴിഞ്ഞാൽ, outside you are watching, you are not spending too much time, the business will get successful. And once you start seeing money with the business getting successful, ഇത് കൊള്ളാലോ, ഇനി എനിക്ക് കയറാം എന്ന് തോന്നാനുള്ള ഒരു ലെവലിലേക്ക് more entrepreneurs will come. And if that comes in, what happens is our state will grow, our economy will grow, because micro nano enterprises അവരാണ് നമ്മുടെ സ്റ്റേറ്റിൻ്റെയും മറ്റേ കൺട്രിയുടെയും ബാക്ക് ബോൺ, ഏത് കൺട്രിയിലായാലും. അതിലേക്ക് കൊണ്ടുവരാനാണ് നമ്മളുടെ അടുത്ത മിഷൻ. Excellent. So we are launching a model for that. ലക്ഷ്മിയുടെ മനസ്സിൽ എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ കണ്ടോ? എന്തെങ്കിലുമൊക്കെ ഇറങ്ങണം, തുടങ്ങണം എന്നൊക്കെ? അതോ ഇവരെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ അത് കണ്ടുവച്ചിട്ടുണ്ട് ഡെഫിനറ്റ്ലി. So we have been working on something called DesTX. Okay, so DesTX, Destination Experiences. Okay, അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൾച്ചറൽ എക്സ്പീരിയൻസസ് അല്ലേ ഈ കേരളത്തിൽ, so many cultural experiences that so many people of my generation including, like I'll go tell my friends, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും, ഓക്കെ ഞാൻ ലാസ്റ്റ് വീക്കെൻഡ് ഞാൻ ചാക്യാർകൂത്ത് കാണാൻ പോയി, ഇറ്റ് വാസ് സോ ഫണ്ണി, ഇറ്റ് വാസ് സോ എൻ്റർടൈനിങ്. ചാക്യാർകൂത്തോ, അതെന്താ? ആരും കണ്ടിട്ടില്ല. എക്സാക്ട്ലി. ബട്ട് ഇറ്റ്സ് സോ ഫൺ, entertaining, thrilling, right? But then the problem is the young generation, they are not seeing any of this, right? അവർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല. Exactly. They are thinking, okay, Western world, we'll stick to that, right?
So the thing is, there are so many cultural experiences in India itself. In Keralathil തന്നെ കുറേ ഉണ്ട്, right? അപ്പോൾ അത് we are bringing it to the light through DestX. And then ഞാൻ വേറൊരു entrepreneurshipും കൂടി ചെയ്യുന്നുണ്ട് with my mom called Heaven on Earth. ഹെവൻ ഓൺ എർത്ത്. Yes. ഓക്കെ, സ്വർഗം ഭൂമിയിലാണ്. Exactly. So basically, we help people who we are into the agriculture industry. So we help people who want to start farming in their own houses or land or balcony or any free space. അവിടെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. Exactly. അപ്പോൾ കൃഷി തുടങ്ങാം. Exactly. It's like urban farming. urban farming-ന് നിങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അവിടെ പോയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണോ അതോ? Yeah, ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും. ആൻഡ് വി ടെൽ യു, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചില പ്ലാന്റ്സിന് ഇത്രയും ഫെർട്ടിലൈസേഴ്സേ പറ്റുള്ളൂ, പിന്നെ ഇത്രയും സോയിലേ പറ്റുള്ളൂ, ഈ ടൈപ്പ് ഓഫ് സോയിൽ വേണം, ഇത്രയും സൺലൈറ്റ് വേണം, ഇത്രയും ലൈക്ക് ദേ ഹാവ് ലൈക്ക് ഡിഫറെൻറ്റ് തിങ്സ്, റൈറ്റ്? ദേ ഹാവ് ടു ബി സ്പെസിഫിക്. അപ്പോൾ അതൊക്കെ വി ഹെൽപ്പ് ദം അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആൻഡ് ടീച്ച് ദം ഹൗ ടു ഡു ഇറ്റ്. നമ്മൾ ചെറുപ്പം തൊട്ട് അച്ഛനെയും അമ്മയും കണ്ടിട്ടാണ് ഈ ഓൺട്രപ്രണർഷിപ്പ് ചിലപ്പോൾ വന്നേക്കാം. സോ അച്ഛനിൽ അല്ലെ അമ്മയിൽ അവരിൽ കണ്ടിട്ടുള്ള എന്താണ് നല്ല ക്വാളിറ്റി? ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ എന്താണ് നല്ല ക്വാളിറ്റി? I think the most important and the thing that I've learned also is resilience. ക്ഷമ എന്നാണ്. Exactly. So ഈ ലൈക്ക് ഓൺടർപ്രണർഷിപ്പ് തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി there will be failures, but then എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ you have to get up from it, right? That is what entrepreneurship is all about. Failures ഉണ്ടാവും, പക്ഷെ അത് വെച്ചിട്ട് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഉണ്ടാക്കിയിട്ട് സക്സസ്സിലോട്ട് എത്തണം. അത് അച്ഛനിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഐ വോണ്ട് ടു ഹാവ് ദാറ്റ് റെസിലിയൻസ് ആൻഡ് I've learned that from my parents as well as like other entrepreneurs that I've seen throughout the whole journey. ഓക്കെ, അപ്പോൾ ഇവര് നിങ്ങളെ പലതും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ക്ഷമയില്ല. സോ കാരണം അച്ഛൻ വന്നിട്ട് ഞാൻ ചോദിക്കും എന്താ നീ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ സൈക്കോളജി എന്താണ്? ദാറ്റ് വി വാണ്ട് ടു ബി ഇൻഡിപെൻഡന്റ്, അതാണോ? എക്സാക്ട്ലി. ഇൻഡിപെൻഡൻസ്, ഐ തിങ്ക് ഇപ്പോഴത്തെ ജനറേഷൻ they want to do things on their own, but we also want backup. Okay, ipo njan odum, okay, I want to run on my own. I don't want you to handhold me. Like enike spoon feed onnum cheyidu tharanda. I want to run on my own. എനിക്ക് അത് വീഴണം, എനിക്കത് പഠിക്കണം, എനിക്ക് തന്നെ ബാൻഡേജ് ചെയ്യണം. ഓക്കെ, പക്ഷെ ഇപ്പൊ ഞാൻ കൈ ഒടുങ്ങിന്ന് വിചാരിച്ചു, അപ്പൊ ഞാനില്ല അമ്മ അച്ഛ പ്ലസ് ബാക്കപ്പ് ചെയ്യണം. ഇതാണ് നിങ്ങളുടെ തലമുറ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അല്ലാതെ എന്റെ കൈ പിടിച്ച് നടക്കണ്ട, എന്നോട് പറയേണ്ട ഏത് വഴി ഓടണം. ഞാൻ തന്നെ ഓടിക്കോളും. I think that summarizes it, right, നീൽകാന്ത്? എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഇവരിൽ നിന്ന് പഠിക്കാനുണ്ട്, ജെൻസിയിൽ നിന്നും ജെൻ ആൽഫയിൽ നിന്നൊക്കെ പഠിക്കാനുണ്ട്. കാരണം അവർ വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്, അവരുടേതായ ചിന്തകളുണ്ട്. ഇത് തന്നെയായിരിക്കാം ഭാവിയിലെ ഓൺട്രപ്രണർഷിപ്പ് എന്ന് വെച്ചാൽ അവർക്കറിയാം അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. നമ്മളോട് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാമെന്ന്. പക്ഷെ നമ്മളോട് ആവശ്യമില്ലാതെ ഉപദേശം തന്നിരുന്ന പാരൻസ് ഉണ്ട്. ഇനി നമ്മളും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പറയട്ടെ, നിങ്ങൾ എന്താ ചെയ്യുന്നത് കാണിക്കൂ, അവർ പറഞ്ഞ കാണണ്ട. അപ്പൊ എന്താണ് ഇത്തരം പാരൻസിനോടൊക്കെ പറയാനുള്ളത്? ഐ തിങ്ക് ദ ഫ്യൂച്ചർ ഈ പറഞ്ഞ പോലെ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ I don't think that's the way to look at it. It will never happen, right? They'll always find the way out of it. Rather, അവരുടെ സ്ട്രെങ്ത്തും അവരുടെ പാഷനും മനസ്സിലാക്കി അവർക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് എന്തൊക്കെ സംഭവിച്ചാലും അവരെ സപ്പോർട്ട് ചെയ്യുക. അവർ ഫെയിലാവുമ്പോൾ നമ്മൾ പറയും, ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവരെ നെഗറ്റീവ് അടിച്ചാൽ ചിലപ്പോൾ അവർ ടച്ച് പോകും. അതേസമയം ഒരാൾ ഫെയിൽ ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ 90% ചെയ്തിട്ടായിരിക്കും അതിൻ്റെ അതൊരു എൻ്റെ എഡ്ജിലേക്ക് എത്താണ്ട് ഫെയിലാവുന്നത്. ഈ മിസ്സിങ് എലമെൻ്റ് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനൊരു സപ്പോർട്ടോ ഒരു എന്താ പറയുക, ഒരു ബാക്കപ്പോ, ആ ഒരു ചെറിയ പൈസയോ അല്ലെങ്കിൽ ആ ഒരു ചെറിയ ഒരു എലമെൻറ്റോ കൊടുത്ത്, അല്ലെങ്കിൽ ഒരു മോറൽ സപ്പോർട്ടോ, അല്ലെങ്കിൽ ആ കണക്ഷൻസ് നിങ്ങളുടെ യൂസ് ചെയ്തുകൊണ്ട് അവരെ ഒന്ന് ആ എഡ്ജിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു സപ്പോർട്ട് മെക്കാനിസമാണ് ദാറ്റ് റിയലി ദേ നീഡ്. സോ ദേ വുഡ് ഹവ് ഡൺ ദ 90% ഓഫ് ദ തിങ്സ് ഓർ 95% ഓഫ് ദ തിങ്സ്. പക്ഷെ അവർ ആ എഡ്ജിലേക്ക് ലോക്ക് ചെയ്തില്ലെങ്കിൽ
ദേ വിൽ ഫോൾ. അപ്പോൾ ആ ലോക്കിൻ്റെ അകത്തേക്കുള്ള ആ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം എപ്പോഴും കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലൈൻ ഓഫ് തിങ്കിങ്. ആൻഡ് വട്ട് എവർ പോസിബിൾ ഐ വിൽ ഡു ദാറ്റ്. ആൻഡ് ഐ വുഡ് സജസ്റ്റ് എല്ലാവരും അതുപോലെ അതെ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ വി വിൽ സീ മാസീവ് ചേഞ്ച്. ഈ പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ ഇത്രയും സ്റ്റുഡൻസ് അവിടെ പ്ലേസ് ആയി ഇവിടെ പ്ലേസ് ആയി ഇതാണ് കാണിക്കുന്നത്. എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണിക്കുന്നുണ്ട് എൻ്റെ കോളേജിൽ പഠിച്ച പിള്ളേർ 120 പേര് സംരംഭങ്ങൾ തുടങ്ങി, 8,000 പേർക്ക് ജോലി കൊടുത്തു. അതാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. അബ്സല്യൂട്ട്ലി. റാദർ ദാൻ ഇത്രയും പേരെ ജോലി കൊടുത്തു എന്നുള്ളത്. എംപ്ലോയബിലിറ്റി അല്ല നമ്മളുടെ മെയിൻ ഒബ്ജക്റ്റീവ്. ബിക്കോസ് ഫോർ എ കൺട്രി ലൈക്ക് അസ് വി വിൽ നീഡ് ടു ഗോ മൾട്ടിഫോൾഡ് ബിക്കോസ് വി ആർ റേസിംഗ് ഇൻ ദ ഗ്ലോബൽ അരീന. നമ്മളെ മാർക്കറ്റ് ഈസ് നോട്ട് ലോക്കൽ എനിമോർ. സോ ആ ഒരു സ്പേസിൽ നമ്മുടെ പിള്ളേർക്കും നമ്മുടെ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവണമെങ്കിൽ ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. എൻ്റെ മോളുടെ കാര്യത്തിൽ see whenever she is getting into something and yeah when they are trying it on their own they are likely to fail alle eppum success onnu undavanamilla, but whatever happens, if a failure happens I will be there, right, to ensure that she makes up to that and get going. Same thing is what I have adapted for my own clients also. Okay, നമ്മുടെ entrepreneurship developmentilum idu thaneyanu model, right? We give them all the backup, help them go to the market, operate, and if they fail we will ensure we are backing them up, right? അതിനു വേണ്ടിയുള്ള ഫുൾ പ്രോസസ്സ് തന്നെയാണ്. സോ വാട്ട് ഐ പ്രീച്ച് ഇസ് വാട്ട് ഐ ഡു, റൈറ്റ്? സോ മോളുടെ കാര്യത്തിലായാലും ഞങ്ങളുടെ ക്ലയൻസിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ ഓണ്ടർപ്രണേഴ്സ് അവർ ബിസിനസ് ചെയ്യുമ്പോൾ ദേ നോട്ട് ചില സമയത്ത് പലപ്പോഴും മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട്. ബിസിനസ്സാണ്, അത് ബാക്കപ്പ് ചെയ്യുക, അതിനുള്ള സൊല്യൂഷൻസ് കൊടുക്കുക. ആൻഡ് ആ ഒരു ബാക്കിംഗ് ഉണ്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്, പവർ വ്യത്യാസമാണ്, എനർജി ലെവൽസ് ആർ ഡിഫറെൻറ്റ്. സെയിം വിത്ത് ഹർ ഓർ സെയിം വിത്ത് അവർ ഓണ്ടർപ്രണേഴ്സ്. That's a model that we are looking. മോളുടെ കാര്യം, so why she is here today, I thought it was very simple. Her journey into entrepreneurship was actually quite a surprise, right? And ഈ സർപ്രൈസ് തന്നെ നമ്മുടെ കേരളത്തിൽ എത്രയോ ഫാമിലീസ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ഓൺലി തിങ് ഇസ് ദാറ്റ് ദ ട്രസ്റ്റ് ഓൺ ദെയർ ഗട്ട്സ് ആൻഡ് ദെയർ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഗിവിങ് ദം ദ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ ദെയർ പാഷൻ. ഇത് റിപ്പീറ്റബിൾ പ്രോസസ്സാണ്. സംരംഭങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റി അത്രയധികം വലുതാണ് തീർച്ചയായും. പക്ഷേ നമ്മളെല്ലാം കൺസർവേറ്റീവായി ചിന്തിക്കുന്നതുകൊണ്ടുള്ള നമ്മൾ തന്നെ സപ്രസ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആ ഒരു സെഗ്മെൻ്റ് ഉള്ളത്. സോ സാറിൻ്റെ ഈ ഒരു സെഷൻ സ്പാർക്കിലുള്ള സോ ദിസ് പോസിബിലിറ്റി ഓഫ് ഹെർ എക്സ്പീരിയൻസ് ആൻഡ് ഞങ്ങൾ ഇങ്ങനൊരു ചെറിയൊരു ഒരു 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 കോഴ്സിൽ നിന്ന് ഈ ഒരു വേൾഡിൽ പൊസിഷൻ ചെയ്യാൻ പറ്റാവുന്ന 64 ചാപ്റ്റേഴ്സുള്ള ഒരു ഗ്ലോബൽ അസോസിയേഷൻ്റെ അകത്ത് ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്ത് കേരളത്തിൽ നിന്നൊരു കുട്ടി ചെല്ലാൻ പറ്റി എന്നുള്ളത് തന്നെ, അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റാണ്. ദിസ് ഈസ് വാട്ട് ഈസ് പോസിബിൾ. ഞങ്ങളൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടല്ല ഇതൊക്കെ ചെയ്തേക്കുന്നത്. ഈ പറഞ്ഞ പോലെ ആ ഡോറിന് അപ്പുറത്ത് നിന്നാൽ മതി, ഈ കാര്യം ഞങ്ങൾ തന്നെ ഓടിച്ചോളാം എന്ന് ഈ കുട്ടികൾ പറഞ്ഞ് അത് ഇത്രയും എത്തിക്കാൻ പറ്റുമെങ്കിൽ ദിസ് ഈസ് പോസിബിൾ നോട്ട് just from my family but lot of families across our state. Very true, very important. പിന്നെ ഇന്ന് പലപ്പോഴും കുട്ടികൾ ഒരു സെക്കൻഡറി ഇൻകം ആയിട്ട് ചെയ്യാനൊക്കെ ആയിട്ട് MLM പോലെയുള്ള പല പ്രോജക്ട്സിലൊക്കെ കുറച്ചൊക്കെ പൈസയൊക്കെ ഒരു കൂട്ടി ഉണ്ടാക്കുന്നു. ചിലവർക്ക് ഊബർ ഓടിച്ച് പൈസ ഉണ്ടാക്കി അവസാനം ചെയ്യുന്നു. റാദർ ദാൻ ഡൂയിങ് ഫ്രീലാൻസ് വർക്ക്സ്, സ്ട്രക്ചേർഡ് ബിസിനസ്സസിലേക്ക് ഒരു 4 ഫ്രണ്ട്സ് കൂടി, ഇപ്പോൾ ഇവർ ചെയ്ത പോലെ ഒരു 4 ഫ്രണ്ട്സൊക്കെ കൂടി കുറച്ച് പൈസ കൂട്ടി വെച്ച് അവരൊരു സംരംഭം ബിൽഡ് ചെയ്ത് ഒരു പ്രോപ്പർ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റിയാൽ ലുക്ക് അറ്റ് അവർ ഓപ്പർച്യൂണിറ്റി. പല MBA കോഴ്സസോ അല്ലെങ്കിൽ ബാക്കിയുള്ള കോഴ്സസിൻ്റെയൊക്കെ കോസ്റ്റിനെക്കാട്ടും വളരെ ഫ്രാക്ഷനിൽ ഈ ബുക്കിൽ നിന്ന് പഠിക്കാണ്ട് ആക്ച്വൽ ഒരു ബിസിനസ് ഓടിച്ച് പഠിക്കാം.
അതിനെ പ്രോഫിറ്റബിൾ ആക്കി പഠിക്കാം. അതിൻ്റെ മറ്റേ വരുംവരായികളും കാര്യങ്ങളൊക്കെ ആക്ച്വലി ലൈവ് എൻവയൺമെൻറ്റിൽ എക്സിക്യൂട്ട് ചെയ്ത് പഠിക്കാം. അതിനകത്തുള്ള റിട്ടേൺസ് കിട്ടും. കാര്യം എല്ലാ ബിസിനസ്സിനും അതിൻ്റെതായ പ്രോഫിറ്റബിലിറ്റി മാർജിൻസ് ഒക്കെ ഉണ്ടല്ലോ. സോ ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മളുടെ ന്യൂ ജനറേഷനെ കോളേജിൽ നിന്നൊക്കെയുള്ള അവരെ ഒന്ന് നമുക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റിയാൽ. പലപ്പോഴും പല കോളേജസിലും ഈ ഓണ്ടർപ്രണർ സെല്ലൊക്കെ ഉണ്ട്. ഞങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും കണക്ട് ചെയ്തുകൊണ്ട് ഈ ഓണ്ടർപ്രണർഷിപ്പ് സെല്ലിൽ കണക്ട് ചെയ്ത് ഒരു സാധനം ചോദിക്കുമ്പോൾ അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ ഈസ് ദാറ്റ് സർ അത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു റിക്വയർമെൻറ്റാണ്. അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നല്ലാണ്ട് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല എന്നുള്ള ഉത്തരമാണ് നമുക്ക് കിട്ടുന്നത്. വൈ ഈസ് ദാറ്റ് ഹാപ്പനിങ്? isn't it our responsibility to make that ഓണ്ടർപ്രണർഷിപ്പ് സെല്ലായാലും മറ്റേ ടൂറിസം ക്ലബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അതിനെയൊക്കെ എത്രയോ ലെവലിലേക്ക് നമ്മളുടെ നാടിൻ്റെ കഥ പറഞ്ഞ് കയറ്റിവിടാം എന്നുള്ളതാണ് എനിക്ക് ഒരു ലൈൻ ഓഫ് തോട്ട് ഉണ്ടായിരുന്നത്. സോ ഐ വോണ്ട് ടു ഷെയർ വിത്ത് യു ദാറ്റ് ബിക്കോസ് ദാറ്റ് ഇസ് സംതിങ് ആൻഡ് നമ്മളുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട്. ബിക്കോസ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തോട്ട് ആൻഡ് ഇറ്റ് ഈസ് ഓൾ ഗോയിങ് ടു ഇമ്പാക്ട് അവർ റീജിയൻ. നമ്മളുടെ ഡെവലപ്മെൻ്റ് ആണ് ഇതിനെല്ലാം അടിസ്ഥാനപരമായി വരാൻ പോകുന്നത്. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട ജെൻസിയിൽ തന്നെയാണ്. നിങ്ങൾ ജെൻസികൾ ഫെയിലിയർ ആവുമ്പോൾ എന്താ നിങ്ങൾ ചെയ്യുക? ഐ തിങ്ക് ദ മോസ്റ്റ് റിലേറ്റബിൾ ആൻസർ വിൽ ബി നമ്മൾ ആദ്യം ഇതിന് മൊത്തം നോക്കിയിട്ട് വെറുതെ കിടന്ന് കരയും. അത് കഴിഞ്ഞിട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വി ഗെറ്റ് ദ ജോബ് ഡൺ. എന്തായാലും ലൈക്ക് ആദ്യം കരയും, അതിൻ്റെ ദേഷ്യപ്പെടും എന്തായാലും, പക്ഷെ ഏറ്റവും ലാസ്റ്റ് വി വിൽ ഗെറ്റ് ദ ജോബ് ഡൺ ബിക്കോസ് ദാറ്റ് ഈസ് അവർ എയിം. ഫൈനൽ ഗോൾ അത് തന്നെയാണ്. ഓക്കെ, സോ അതുകൊണ്ട് ബിക്കോസ് വി ആർ വെരി ഡിറ്റർമിൻഡ് ജനറേഷൻ, അതുകൊണ്ട് വി ഗെറ്റ് ദ ജോബ് ഡൺ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വാട്ട് എവർ ഇറ്റ് ഈസ്. ആദ്യം ഒന്ന് കരയും, അതൊന്നും കരയും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പ്ലാനുള്ളൂ. ബിക്കോസ് യു ആർ അപ്സെറ്റ് ബിക്കോസ് യു ഡോണ്ട് വാണ്ട് ടു ഫെയിൽ. പക്ഷെ ഫെയിലിയർ വരുമ്പോഴത്തേക്കും യു ആർ അപ്സെറ്റ് ദേർ. Yeah, no, crying when there's failure and admitting that you definitely feel bad. Failure വരുമ്പോൾ you definitely feel bad, right? പക്ഷേ യു ഹാവ് ദാറ്റ് കമ്മിറ്റ്മെന്റ് ടു ഓവർകം അല്ലേ? അത് അങ്ങനെയല്ല തിരിച്ചു വരും. എക്സാക്ട്ലി. നിങ്ങൾ കേട്ടു നീൽകാന്തും അദ്ദേഹത്തിന്റെ മകൾ ലക്ഷ്മിയുടെയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു. നമ്മുടെ പുതിയ ജനറേഷൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അവർ ഫെയിലിയർ ആവാൻ, അവർ തോൽക്കാൻ തയ്യാറാണ്. അവരെ കൈപിടിച്ച് നടന്ന് അവരെ വഴികാട്ടി ആ കാലമൊക്കെ പോയി. അവരാണ് പറയുന്നത് എനിക്ക് ഈ പാതയിലാണ് പോകേണ്ടത്, എൻ്റെ പിന്നിലൊന്ന് നിന്നാൽ മതി, വീഴുകയാണെങ്കിൽ വന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ തന്നെ നടന്നോളാം എന്ന് പറയുന്നൊരു തലമുറയാണ്. അവിടെയാണ് നീൽകാന്തിൻ്റെ ആ ഒരു പാരൻറ്റിങ് ആയിരിക്കാം അദ്ദേഹത്തെ ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പിലോട്ട് അത് എത്തിച്ചത്. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ മാതാപിതാക്കൾ ഇത് പഠിക്കണം. നമ്മൾ മക്കളോട് അത് പഠിക്കുക ഇത് പഠിക്കുക അങ്ങനെ ചെയ്താൽ മതി. ഇനി അവരതിൽ പോയി എതിർത്തുകൊണ്ട് അവർ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നീൽകാന്ത് പറഞ്ഞ പോലെ ഞാൻ അന്നേ നിന്നോട് പറഞ്ഞാണ് ഇതിൻ്റെ പുറകെ പോകരുത്, ഫെയിലിയർ ആവും. ഇത് പറയാതെ അവർ ഫെയിലിയർ ആവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പുറകിലുണ്ട് എന്ന് പറയുമ്പോഴാണ് അതാണ് യഥാർത്ഥ പാരൻറ്റിങ്. പക്ഷേ നീൽകാന്തിൻ്റെ ഓൺട്രപ്രണർഷിപ്പുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. അദ്ദേഹം നിരവധി സംരംഭകരെയാണ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ ഫെയിലിയേഴ്സ് ഉണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ അത് തിരുത്തി അതിന് നിരവധി സംരംഭകരെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും നിരവധി സംരംഭകരെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ അദ്ദേഹം തുറന്നു വയ്ക്കുന്ന ആശയം കൊള്ളാം. കാരണം നമ്മൾ പണ്ടൊക്കെ ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന 40കളിലും 50കളിലും തുടങ്ങേണ്ടവർ ഇന്ന് ജെൻസി റെഡിയാണ്. അവർ 20കളിലും 21 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ അവർ ഓൺട്രപ്രണർഷിപ്പിലോട് ഇറങ്ങിക്കഴിഞ്ഞു. എന്തിന്? കൊച്ചുകുട്ടികൾ സ്കൂളിൽ വരെ ഓൺട്രപ്രണർഷിപ്പ് കൾച്ചറായി അവർ സംരംഭം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ആശയം കൂടി നീൽകാന്ത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് മോഡൽ എനിക്ക് അറിയാവുന്നത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ പാഷൻ അറിയാവുന്നതുകൊണ്ടും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം ടൂറിസം. നമുക്ക് കേരളത്തിൽ മുന്നോട്ട് വയ്ക്കാൻ വേറെ ഒന്നുമില്ല, ടൂറിസം തന്നെയാണ്. ആ മേഖലയിൽ നിരവധി പേര് ഇനിയും വരാനുണ്ട്. കാരണം പൊട്ടൻഷ്യൽ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്ന് പറഞ്ഞ പോലെ കുറച്ച് പേരൊക്കെ അത് കണ്ടിട്ടുള്ളൂ. ഇനിയും നിരവധി പേര് വരട്ടെ എന്നാണ് എനിക്ക് നീൽകാന്ത് പറഞ്ഞ ആ വാക്കിൽ തന്നെ ഞാൻ അവസാനിപ്പിക്കാം. എത്ര കോളേജുകളുണ്ട്, ബി സ്കൂളുകൾ ഇവിടെയുണ്ട്. അവർ എഴുന്നേറ്റ് നിന്ന് എഞ്ചിനീയറിംഗ് കോളേജൊക്കെ പറയുന്നത് ഞങ്ങൾ ഇത്ര പെർസെൻറ്റേജ് പ്ലേസ്മെൻ്റ് ആണ്, 100% പ്ലേസ്മെൻ്റ് ആണ് അഭിമാനത്തോടു കൂടി. എത്ര പേർക്ക് നെഞ്ചിൽ തൊട്ട് പറയാനാവും ഞങ്ങൾ 50% ഓൺട്രപ്രണേഴ്സിന് ക്രിയേറ്റ് ചെയ്തു, 50 പേർക്ക് അല്ലെ 50% പ്ലേസ്മെൻറ്റ് കൊടുത്തു എന്ന് പറയുന്ന കാലമാണ് നമ്മുടെ രാജ്യം വളരുള്ളൂ. സംരംഭങ്ങൾ ഉണ്ടായാലേ തൊഴിലുണ്ടാവൂ. തൊഴിൽ വരണമെങ്കിൽ ഇവരെ പോലുള്ള ചെറുപ്പക്കാരൊക്കെ ഇനി തൊഴിൽ ദാതാക്കളാവണം. അങ്ങനെ ഒരു കാലം ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. സോ നീൽകാന്ത്, താങ്ക്സ് യു ഒരിക്കൽ കൂടി വന്ന് താങ്കളുടെ
ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വെബ് CRSൻ്റെ ആ കണ്ടിന്യൂവേഷൻ പറഞ്ഞതിലും സാധ്യതകൾ തുറന്നു വെച്ചതിലും അൻമോളെ നിങ്ങളുടെ ജനറേഷനാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. കാരണം ഞങ്ങൾക്കാർക്കും ധൈര്യം ഉണ്ടാവാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഞങ്ങളിൽ പല ആൾക്കാരും ജോലി ചെയ്തിട്ട് പിന്നീട് വേണമോ വേണ്ടയോ എന്ന് വിചാരിച്ചിരിക്കുന്നവർ, ചിലർ സംരംഭം തുടങ്ങി, ചിലർ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തലമുറ തന്നെ ഈ രാജ്യത്തിനായിക്കട്ടെ. രണ്ടുപേർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിന് എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു.